ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റമദാൻ ഡേ 2 ആണ്. ഇന്നിപ്പോൾ ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോൾ തൊട്ടുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇക്കാടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കുള്ള മാങ്ങയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എനിക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. TTM ഔഷധശാല മണ്ണാർക്കാടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് പിന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ നമ്മൾ ഒരു 9 മണിക്കൊക്കെ എത്താനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 9 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒരു 2:30 ആ ഒരു ടൈമായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നോമ്പിനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പുട്ടാകുമ്പോൾ കുറച്ച് എളുപ്പത്തിലാവുകയും ചെയ്യും, അത്ര വലിയ പണിയും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വരുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ഉമ്മ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറിയുടെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം തന്നെ തേങ്ങയൊക്കെ ചിരവി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് എളുപ്പമാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല, പിന്നെ ഉണ്ടാക്കണമൊക്കെ വേസ്റ്റായി പോവും. അപ്പോൾ എണ്ണക്കടികൾ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസുമാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ വേഗം തന്നെ പുട്ട് ഇങ്ങനെ നനച്ചെടുക്കുകയാണ്. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ പുട്ട് നനച്ചെടുക്കണത്. അപ്പോൾ ഇങ്ങനെ ഇത് അജ്മയുടെ പുട്ടുപൊടിയാണ്. വേഗം തന്നെ നനവ് ആവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പുട്ടുപൊടി, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഇടും. അങ്ങനെ ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം വേഗം തന്നെ. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൂത്തുമ്മ കുറച്ച് ചിക്കൻ കറിയും കൂടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കറി ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എണ്ണക്കടി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഈത്തപ്പഴം, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. പിന്നെ പുട്ടും പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഒരുപാട് തണുപ്പുള്ള ജ്യൂസോ വെള്ളമൊന്നും നമ്മൾ നോമ്പ് തുറന്ന ആ ഒരു ടൈമിൽ കുടിക്കലില്ല കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ളൊരു തണുപ്പിൽ ഒരുപാട് മധുരം യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കൽ. കാരണം നമുക്ക് ഒരുപാട് മധുരം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് ടൈപ്സ് ഓഫ് ജ്യൂസൊന്നും ഉണ്ടാക്കലില്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു 2 എണ്ണം, അതിനപ്പുറം നമ്മൾ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇന്നത്തെ 2ാമത്തെ ഡേ നോമ്പ് തുറയ്ക്ക് ഉണ്ടായിരുന്നത്. അത്യാവശ്യം അൽഹംദുലില്ലാ നല്ല ഹെവി ആയ പോലെ തോന്നി. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളിതാ നോമ്പൊക്കെ തുറന്നു. ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചോട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് പറ്റൂല, കുറച്ച് ടയേർഡാവും. പിന്നെ നമ്മൾ ലുലുവിൽ മേടിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അതും ഒന്ന് വൃത്തിയാക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓഫറിലാണ് കേട്ടോ എല്ലാ സാധനവും മേടിച്ചത്. അപ്പോൾ നമ്മൾ എവിറ്റിയുടെ 1 കിലോ ചായപ്പൊടി, പിന്നെ നമുക്ക് തരിക്കഞ്ഞൊക്കെ കാച്ചാനായിട്ട് റവ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മോനക്കൊക്കെ ആണെങ്കിൽ അതാണ് യൂസ് ചെയ്യൽ, കാരണം എരിവ് കമ്മിയായിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ മീറ്റ് മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ ബീഫ് ഉലർത്തും, പിന്നെ ഗരം മസാല, പിന്നെ നമ്മൾ വിനീഗർ മേടിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ അല്ലാത്ത സാധാരണ ഇതുപോലെ 3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, പിന്നെ കടല, ഉഴുന്ന്, പരിപ്പ് അങ്ങനത്തെ ഐറ്റംസും, പിന്നെ പഞ്ചസാര, പിന്നെ നമ്മൾ മന്തി റൈസ്, പിന്നെ ഗ്രീൻ പീസ് കാര്യങ്ങൾ, ഉഴുന്ന്, പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ലുലുന്ന് മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡേയും നോമ്പ് അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസാണ്, നഗറ്റ്സ്, സ്വീറ്റ് കോൺ, പിന്നെ ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് മിക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ലുലുന്ന് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.